വരും ദിനങ്ങളിൽ ദൈവം അധികമാക്കി തീർക്കുന്ന അവൻ വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ അല്പനിമിഷങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഹൂ വി ആർ, അല്ലെങ്കിൽ ഹൂ ആർ യു, നാം ആരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആരാണ്. നിങ്ങളൊരു ജെൻസി ആണോ? അതിന് മുമ്പും കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ട്. അതിന് തൊട്ട് മുമ്പുള്ളത് ജനറേഷൻ വൈ ആണ്, മില്ലേനിയൽസ്, അതിൽ പെട്ടതൊക്കെയാണ്. അത് കഴിഞ്ഞ് വരുന്നതാണ് ഇസഡ്, കഴിഞ്ഞ് അടുത്ത വരുന്നതാണ് 2013 മുതൽ ഈ കഴിഞ്ഞ വർഷം വരെ 2025 വരെ ജനിച്ചു വീണ കുഞ്ഞുങ്ങളെ വിളിക്കുന്ന പേരാണ് ആൽഫ. ഈ 2026 മുതൽ 2040 വരെ വരുന്നവരെ വിളിക്കുന്ന പേര് ബീറ്റ, എമർജിങ്. നമുക്കറിയാം അവരുടെയൊക്കെ ഇപ്പോഴുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ നോളജ്. ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ജെൻസിയെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അതിനോട് ചേർത്ത് കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞാണ്. എന്നാൽ അവിടെ ഒരു ദൈവ പൈതലിന്റെ ശക്തി എന്താണ്? ഭരണകൂടങ്ങളെ താഴെയിടുന്നതാണോ? പ്രക്ഷോഭം നടത്തുന്നതാണോ? പ്രതികരിക്കുന്നതാണോ? റിബല്യസ് ആകുന്നതാണോ? അതോ പലതിനുമെതിരെ പ്രതിരോധിക്കുകയോ വിദ്വേഷം കാണിക്കുകയോ ചെയ്യുന്നതാണോ? അതേ വിഭാഗത്തിൽപ്പെട്ട ഇന്ത്യ മുഴുവൻ അറിഞ്ഞ 100 കോടിയിലധികം ജനങ്ങൾ അറിഞ്ഞ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ മനസ്സിലാകും. കുഞ്ഞുങ്ങൾ സംസാരിക്കരുത്, ഞാനൊരു ടീച്ചറോടാണ്, എനിക്ക് മുഖം കാണാം, ആരൊക്കെ സംസാരിക്കുക അവരെ വിളിക്കും. ശ്രദ്ധിക്കുക, ജമീമ റോഡ്രിഗസ്. എത്ര പേര് കേട്ടിട്ടുണ്ട്? ജമീമ റോഡ്രിഗസ് എത്ര പേര് കേട്ടിട്ടുണ്ട്? ഒന്ന് കരങ്ങൾ ശക്തിയോട് അവർക്ക് ഉയർത്താമോ? യെസ്, നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഇന്ത്യൻ വുമൻസ് വേൾഡ് കപ്പ് ടീമിലെ അംഗമായിരുന്നു. മുംബൈയിലുള്ള ഒരു പാസ്റ്ററുടെ മകളാണ്. ആ പെൺകുട്ടിയും ജെൻസി കാറ്റഗറിയിൽ പെടുന്നതാണ്. നമുക്കറിയാം, ഇന്ത്യ ഓസ്ട്രേലിയ സെമി ഫൈനൽ മാച്ച് 3-13-9 എന്നുള്ള സ്കോർ ഒരിക്കലും ചേസ് ചെയ്ത് ഇന്ത്യക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല. പല വിക്കറ്റുകൾ വീണ് കഴിഞ്ഞു. ക്രിക്കറ്റ് നന്നായിട്ട് അറിയാവുന്നവരായിരിക്കും എൻ്റെ മുൻപിലുള്ളവർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ഒരു പെൺകുട്ടി അവൾ പ്ലേ ചെയ്തു, അവൾ ക്രിക്കറ്റ് കളിച്ചു. അവളുടെ പേരാണ് ജമീമ റോഡ്രിഗസ്. അവളുടെ കൂടെ പല പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. അവൾ നോട്ട് ഔട്ട് ആയിരുന്നു. 127 ഇന്ത്യയെ വിജയ തീരത്തിലെത്തിച്ചു. ആ സെമി ഫൈനൽ മത്സരം ജയിച്ചില്ലെങ്കിൽ ഒരിക്കലും ഫൈനലിലെത്തില്ല, ഇന്ത്യ കപ്പ് നേടില്ല. ഇന്ത്യ കപ്പ് നേടി. ഫൈനലിൽ അവൾ വലിയ മാച്ച് കളിച്ചില്ല, പക്ഷെ സെമി ഫൈനലിൽ അവളുടെ സ്ട്രോക്ക് അത് ലോകം മുഴുവൻ ഉറ്റുനോക്കി. അതിനപ്പുറം അതിനുശേഷമുള്ള ഇന്റർവ്യൂ ചോദിച്ചു, നീ എന്താ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്? അവൾ പറഞ്ഞുകൊണ്ടിരുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവൾ പറഞ്ഞു I said Exodus 14:14. എന്താണത്? നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. Hallelujah. The Lord shall fight for you, you shall hold the peace. പിന്നെ രണ്ടാമത് നീ എന്താ ഇടയ്ക്കിടയ്ക്ക് പിറുപിറുത്തുകൊണ്ടിരുന്നത്? പറഞ്ഞത് ഇതാണ്, ഞാൻ അന്യഭാഷകൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന യുവാക്കളോട് ഞാൻ ആത്മാവിൽ ദൈവവചനത്തിൽ നിന്ന് പറയാം, ജെൻസി വിഭാഗത്തിലാകാം നിങ്ങൾ, അല്ല ആൽഫയിലാകാം, അല്ല ഈ സെന്ററിൽ ബീറ്റ വിഭാഗത്തിൽ വരുന്ന ഒരുപാട് പേര് വരാൻ പോകുക, മില്ലേനിയലിലാകാം, ജനറേഷൻ വൈയിലോ സൈലന്റ് ജനറേഷനിലോ ഒക്കെ നിങ്ങളാകാം. എന്നാൽ നിങ്ങളുടെ അകത്ത് ആത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ആകർഷിക്കുന്നത് 10 പേരെയല്ല, 100 പേരെയല്ല, ആയിരക്കണക്കിന് ആൾക്കാരെ, കോടിയിലധികം ആൾക്കാരെ, അവൻ 100 കോടിയിലധികം വരുന്ന ഇന്ത്യൻ ജനത്തെ മുഴുവൻ അവൻ ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടിയെങ്കിൽ ഇന്ന് പകരം എന്റെ മുൻപിൽ ഇരിക്കുന്ന ദൈവജനത്തോട്, കുഞ്ഞുങ്ങളോട് പരിശുദ്ധാത്മാവിൽ പറയാം, എന്റെയും നിങ്ങളുടെ ഓരോ ചുവടുവെപ്പും ഈ ട്രോഫിക്ക് വേണ്ടിയാകരുത്, ഇവിടെയുള്ള മെഡലിന് വേണ്ടിയാകരുത്, മറിച്ച് വിദൂരങ്ങളിൽ അനേകം ശ്രദ്ധിക്കുന്ന അവൻ അനേകരുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ കഴിയുന്ന ക്രിസ്തുവിലേക്ക് അവൻ നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും തീർന്നാൽ എത്ര പേർക്ക് കർത്താവിന് മഹത്വം അർപ്പിക്കാൻ കഴിയും? ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവും നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ഈ മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ മനസ്സിലാക്കണം, ഞാനും നിങ്ങളും ആരാണ്. സ്വതന്ത്രം ചെയ്യാമോ? നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ശക്തി എന്താണ്? അത് കേവലം ഒരു പാട്ടുപാടി തീർക്കാനല്ല, ഒരു പ്രസംഗം പറഞ്ഞ് തീർക്കാനല്ല,
യെസ്, ഒരിക്കലും അപ്രാപ്യമായ 339 എന്ന ഹയസ്റ്റ് റൺ ചേസ് ചെയ്യുമ്പോൾ ഒരുവന്റെ ഉള്ളിൽ ആത്മാവ് കത്തിക്കൊണ്ടിരുന്നു. അവൾ അന്യ ഭാഷയിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അവൾ മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ, അവൾ ആരാധിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ട് അവൾ പാഠിയതെങ്കിൽ, എന്റെ മുൻപിൽ ഇരിക്കുന്ന യൗവനക്കാരോട്, മാതാപിതാക്കളോട്, കുഞ്ഞുങ്ങളോട് ആത്മാവിൽ ഞാൻ പറയാം, ജീവിതത്തിന്റെ ഏത് മേഖലയിൽ നിങ്ങളായിരുന്നാലും അകത്ത് വസിക്കുന്ന ആത്മാവിന് പോരാടാൻ തയ്യാറായാൽ, അകത്ത് വസിക്കുന്ന ആത്മാവിന് നിൽക്കാൻ തയ്യാറായാൽ, ചുവട് വെക്കാൻ തയ്യാറായാൽ അവൻ ജയം തരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ശാധരവന ഹതുരിയാന. യെസ്, വിജയം അവളുടേതായിരുന്നു. അവളുടെ മാത്രമല്ല, അവളുടെ പാസ്റ്ററുടേതായിരുന്നു, അവളുടെ ചർച്ചിൻ്റെതായിരുന്നു. ഒന്നുമല്ലെങ്കിൽ നമ്മളെപ്പോലെ ദൈവമക്കളുടേതായിരുന്നു. സ്വന്തം ചെയ്യാമോ? എത്ര പേര് സ്റ്റാറ്റസ് ഇട്ടു? എത്ര പേര് ആ വീഡിയോ ഷെയർ ചെയ്തവരൊന്ന് കരം ഉയർത്താം. ഞാൻ ചെയ്തു കേട്ടോ. ഒന്നും വേണ്ട, നമ്മുടെ സെന്റർ ചെയ്തു. നിങ്ങൾ അറിഞ്ഞോന്ന് എനിക്കറിയത്തില്ല. ക്രൈസ്റ്റ് മീഡിയം എന്ന പേജിലൂടെ ഞാൻ റിപ്പോർട്ടിൽ അവതരിപ്പിച്ചു. ജെമീമ റോഡ്രിക്സിന്റെ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്തു. എത്ര ലൈക്സ് ഉണ്ടെന്ന് അറിയാമോ? 5 ലക്ഷത്തിലധികം. ഒന്ന് സ്വന്തം ചെയ്യാമോ? എത്ര പേര് അതിന് ഷെയർ? വിശ്വാസികളല്ല, ഇംഗ്ലീഷിലാണ്. അവിശ്വാസികൾ പലരും ഓ ജീസസ് ഇസ് ഗ്രേറ്റ് അങ്ങനെ പറയുന്ന കമന്റ്സ്. ഒന്നുകൂടെ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ എത്ര പേർക്ക് വാട്സപ്പ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്? ഒന്ന് കരമുയർത്തി. എനിക്കുണ്ട്. ഒന്ന് കരമുയർത്തി. സത്യമായിട്ട് ദൈവസന്നിധിയല്ലേ? വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, പിന്നെ ഏതൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ട് അതെല്ലാം നമുക്കുണ്ട് അല്ലേ? ഇനി താത്തിട്ടു ഡെയിലി നമ്മൾ നോക്കാറുമുണ്ട്. ഒരു വാക്യം ഡെയിലി എത്ര പേര് ഷെയർ ചെയ്യും? ഒരു മെസ്സേജ്. ഞാൻ എന്നോടും കൂടെ ചോദിക്കുന്നുണ്ട്, നമ്മൾ എത്ര വീഡിയോ കണ്ടു തുടങ്ങുന്നു, എത്ര റീൽസ് കണ്ടു തുടങ്ങുന്നു, എത്ര കാര്യങ്ങൾ ലൈക്ക് ചെയ്യുന്നു. നമ്മുടെ പ്രശ്നം ഇതാണ്, നമ്മൾ ആദ്യം ഇടുന്ന വീഡിയോയ്ക്ക് 5 ലക്ഷം വ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇടും. നമ്മളിടുന്ന പോസ്റ്റിന് ഒരു 10,000 ലൈക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഇടും. 1, 2, 3 ആണ് ഇടത്തില്ല. അതല്ലേ പ്രശ്നം? ഇന്ന് ഞാൻ പകൽ ഈ എറണാകുളം സെന്ററിലുള്ള ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളെ എല്ലാവരും ചലഞ്ച് ചെയ്യുന്നു. ആരും ഇല്ലെങ്കിലും ഇവിടെ സിസ്റ്റർ ഫേബ, സിജിയൊക്കെ പറഞ്ഞ പ്രസംഗം നിങ്ങൾ കേട്ടോ? ഈ ഇരിക്കുന്ന ട്രോഫീസ് കൊണ്ട് തീരുന്നതല്ല, ഇവിടെ കിട്ടുന്ന സ്റ്റേജും കൊണ്ടും തീരുന്നതല്ല. അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആയുസ്സും ആരോഗ്യവും കഴിവും അഭിഷേകവും ദൈവം തന്നിട്ടുള്ളപ്പോൾ ഓരോ ദിവസവും അത് ഉപയോഗിക്കാൻ തയ്യാറായാൽ, ഓരോ ദിവസം ഒരാൾ കാണട്ടെ, ആരും കണ്ടില്ലെങ്കിലും എന്റെയും നിങ്ങളുടെയൊക്കെ അവൻ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിലൂടെ കർത്താവ് ഉയരട്ടെ. എത്ര പേരെ ആഗ്രഹിക്കുന്നു? ഒരു ഭാഗം പറഞ്ഞ് ഞാൻ മെസ്സേജ് അവസാനിപ്പിക്കുക. ഉൽപ്പത്തി പുസ്തകം 14 ഒരു സ്റ്റോറിയുണ്ട്. 5 രാജാക്കന്മാർ 4 രാജാക്കന്മാർക്കെതിരെ വന്നു, ജയിച്ചു. അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്തിനെ, അവന്റെ കുടുംബത്തെ, അവന്റെ സമ്പത്തെ സകലതും അടിച്ചുകൊണ്ടുപോയി. അബ്രഹാം വിട്ടില്ല. വീട്ടിൽ അഭ്യസിച്ച 318 അഭ്യാസികളുമായി പോയിട്ട് രാജാക്കന്മാരെ എല്ലാം തോപ്പിച്ചു പോയി. മനസ്സിലായോ? ആയുധങ്ങളും രഥങ്ങളും കുതിരകളും സർവ്വസൈനാഹ്യവുമുള്ള സകല രാജാക്കന്മാരെയും വീട്ടിൽ ട്രെയിനിങ് കിട്ടിയ 318 പേര് പോയി തോൽപ്പിച്ചെങ്കിൽ, ഇതിന്റെ നടുവിൽ ഇരിക്കുന്ന യുവാക്കളോട് പരിശുദ്ധമായി പറയാം, ഈ എറണാകുളം സെന്ററിനകത്ത് ഈ വചനത്തിന്റെ ട്രെയിനിങ് കിട്ടിയ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിച്ച, നിനക്കെതിരെ നിൽക്കുന്ന ശത്രു എത്ര വലിയവനാണെങ്കിലും, അവന്റെ ആയുധങ്ങൾ എത്ര വലുതാണെങ്കിലും അവനെ പരാജയപ്പെടുത്തി വീട്ടിനകത്ത് നഷ്ടപ്പെട്ടത്, സഭയ്ക്കകത്ത് നഷ്ടപ്പെട്ടത്, ദേശത്തിനകത്ത് നഷ്ടപ്പെട്ടത് മടക്കി കൊണ്ടുവരുവാൻ കഴിയും. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കേൾക്കപ്പെട്ട വചനങ്ങൾ അനുഗ്രഹമായി തീരട്ടെ.